വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, at constant temperature the product of pressure and volume of a given amount of gas is constant. This is option A Gay-Lussac law, option B Charles law, option C Boyle's law, option D none of this. Boyle's law ആണ് product of volume and pressure of a given mass of gas constant ആണ് at constant temperature ന്ന് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് PV equal to constant എന്നാണ് ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബോയിൽസ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇസ് ഓപ്ഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡെൻസിറ്റി, option B directly proportional to its molecular mass, option C directly proportional to the square of its molecular mass, and option D inversely proportional to the square root of its molecular mass. The rate of diffusion of a gas എന്ന് പറയുന്നത് inversely proportional to square root of molecular mass ആണ് വരുന്നത്. Option D is the correct answer. Next question, non-ideal gases approach ideal behavior under option A high temperature and high pressure, option B high temperature and low pressure, option C low temperature and high pressure, option D low temperature and low pressure. Non-ideal gases ideal behavior approach ചെയ്യുന്നത് high temperature and low pressure ലാണ്. So option D is the correct answer. Next question, the kinetic theory of gases predicts that total kinetic energy of gas depends on option A pressure of gas, option B temperature of gas, option C volume of gas, option D pressure, temperature and volume of gas. Kinetic theory of gases predict ചെയ്യുന്നത് എന്താണ്? Total kinetic energy of gas depend ചെയ്യുന്നത് temperature of gas നെയാണ്. Okay, so ഇവിടെ correct answer വരുന്നത് option B ആണ്, temperature of gas. Next question, what is the result of balancing between intermolecular forces and thermal energy? Option A matter, option B 3 states of matter, option C 4 states of matter, option D chemical bond formation. ഒരു മോളിക്യൂളില് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് അതിന്റെ മോളിക്യൂൾസിനെ ഈച്ച് അതർ കീപ്പ് ചെയ്യാനാണ് ടെൻഡ് ചെയ്യുന്നത്. വൈൽ തെർമൽ എനർജി എന്താണ് ചെയ്യുന്നത്? ആ മോളിക്യൂൾസിനെ എപ്പോഴും സെപ്പറേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർമോളിക്കുലർ എനർജിക്കും തെർമൽ എനർജിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ബാലൻസ്ഡ് ആവുന്നത് എന്താണ്? 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്, വിച്ച് ഈസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. Next question, which state of matter is likely to form when there is a predominance of intermolecular energy? Option A solid, option B liquid, option C gas, option D both solid and gas. മാറ്ററില് ഇന്റർമോളിക്കുലർ എനർജിയുടെ ഒരു പ്രീഡൊമിനൻസ് ഉണ്ടെങ്കിൽ ഓർഡർ ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഈ വിധത്തിലായിരിക്കും: സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഫൈനലി ആയിരിക്കും ഗ്യാസ് വരുന്നത്. ഓക്കെ, ഇനി തെർമൽ എനർജിയുടെ പ്രിഡോമിനൻസ് ആണെങ്കിൽ നേരെ റിവേഴ്സ് ഓർഡറിലായിരിക്കും വരുന്നത്, അതായത് ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് എന്നായിരിക്കും സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഓർഡർ വരുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫസ്റ്റ് വരുന്നത് എന്താണ്? സോളിഡ് ആണ് വരുന്നത് അല്ലെ, ഇന്റർമോളിക്കുലർ എനർജിയുടെ പ്രിഡോമിനൻസ് കാരണം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സോളിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഗ്യാസസ്? Option A gases are highly incompressible, option B gases exert equal pressure on each and every direction, option C its volume and shape is fixed, option D gases have the highest density among the 3 states of matter. So ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് എല്ലാ ഡയറക്ഷനിലും ഗ്യാസസ് എക്സേർട്ട് ചെയ്യുന്നത് സെയിം ആൻഡ് ഈക്വൽ പ്രഷർ ആയിരിക്കും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഗ്യാസസ് എന്ന് പറയുന്നത് ഹൈലി കംപ്രസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. ഇനി നമ്മൾ ഏത് കണ്ടെയ്നറിൽ ആണോ അല്ലെങ്കിൽ ഏത് വെസലിലാണോ നമ്മൾ ആ ഒരു ഗ്യാസ് എടുക്കുന്നത്, ആ പർട്ടിക്കുലർ വെസലിന്റെ അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആൻഡ് വോളിയം ആയിരിക്കും ഗ്യാസസിന് ഉണ്ടാവുക. അതായത് ഗ്യാസസിന് ഒരിക്കലും ഒരു ഫിക്സഡ് ഷേപ്പ് അല്ലെങ്കിൽ വോളിയം ഒരിക്കലും ഉണ്ടാവില്ല. ഇനി ഗ്യാസസിന് ലീസ്റ്റ് ഡെൻസിറ്റി ആണുള്ളത് ആസ് കമ്പയർഡ് ടു സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. So ഇവിടെ correct answer option B ആണ്. Next question, a certain gas occupies 200 milliliter of volume at 2 bar pressure at 100 degrees Kelvin. How much volume does it occupy at 5 bar pressure and 200 degrees Kelvin?
Option A 200 milliliter, option B 160 milliliter, option C 240 milliliter, option D 320 milliliter. ഐഡിയൽ ഗ്യാസ് ലോ അനുസരിച്ചിട്ട് വരുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? P1 V1 by T1 equal to P2 V2 by T2. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? P1 തന്നിട്ടുണ്ട് 2 bar, V1 200 milliliter ആൻഡ് T1 എത്രയാണ്? 100 ഡിഗ്രി കെൽവിൻ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി P2 5 bar ആണ് തന്നിട്ടുണ്ട്, T2 200 ഡിഗ്രി കെൽവിൻ ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? V2 വോളിയം 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ബാക്കി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? V2 160 milliliter ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ B is the correct answer. Next question, viscosity of liquid dash with rise in temperature. Option A increases, option B decreases, option C remains constant, option D is independent. അപ്പോൾ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് ഡിക്രീസ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറിൽ മോളിക്യൂൾസിന് ഹയർ കൈനറ്റിക് എനർജി ആണുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസ് ആവുന്നത് ഹയർ ടെമ്പറേച്ചറിൽ. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്, ഡിക്രീസസ്. Next question, which solid structure has a definite and sharp melting point? Option A all types of solids, option B no type of solid, option C amorphous solids, option D crystalline solids. Crystalline solids ന്റെ സ്ട്രക്ചർ ആണ് കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് ആൻഡ് അത് കൊളാപ്സ് ചെയ്യണമെങ്കിൽ ഒരു സ്പെസിഫൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വേണം. ഇനി അമോർഫസ് സോളിഡ്സ് അല്ലെങ്കിൽ അമോർഫസ് സബ്സ്റ്റൻസസ് പല ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് സോളിഡ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനിറ്റ് ആൻഡ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് എ ക്രിസ്റ്റലൈൻസ് ബേസിക് റെപ്പറ്റീവ് സ്ട്രക്ചറൽ യൂണിറ്റ്. ഓപ്ഷൻ എ മോണോമർ, ഓപ്ഷൻ ബി മോളിക്യൂൾ, ഓപ്ഷൻ സി യൂണിറ്റ് സെൽ, ഓപ്ഷൻ ഡി ആറ്റം. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് മേഡപ്പ് ചെയ്തിരിക്കുന്നത് ടൈനി ക്രിസ്റ്റൽസ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ ഓരോ ടൈനി ക്രിസ്റ്റലിനെ നമ്മൾ പറയുന്നത് യൂണിറ്റ് സെൽ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി യൂണിറ്റ് സെൽ ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു പോളിമറിന്റെ ബേസിക് യൂണിറ്റ് ആണ് മോണോമർ എന്ന് പറയുന്നത് ആൻഡ് ആറ്റംസ് ടുഗദർ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, next question, sulfur exists in two polymorphic forms dash and dash. Option A rhombic and monoclinic, option B rhombic and triclinic, option C hexagonal and triclinic, option D hexagonal and monoclinic. അപ്പോൾ സൾഫറിന് രണ്ട് പോളിമോർഫിക് സ്ട്രക്ചറൽ ഫോംസ് ആണുള്ളത്, ഒന്ന് റോംബിക്കും ഒന്ന് മോണോക്ലിനിക്കും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്. Next question, what is the total number of Bravais lattices in the crystal structures? Option A 3, option B 6, option C 14, option D 24. അപ്പോൾ ബ്രാവിസ് ലാറ്റിസ് ഫോം ചെയ്തിരിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം ആൻഡ് ലാറ്റിസ് ടൈപ്പ് വഴിയാണ്. ഓക്കെ, അപ്പം 14 പോസിബിൾ ബ്രാവിസ് ലാറ്റിസസ് ആണുള്ളത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ കമ്പൈനിങ് സെവറൽ അലൗവബിൾ ക്രിസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് സ്പേസ് ലാറ്റിസസ് സച്ച് ആസ് monoclinic, C-centered monoclinic, primitive triclinic. Okay, so correct answer ഇവിടെ option C ആണ് 14. Next question, what are the starting materials for crystallization? Option A liquid aqueous solution emulsion, option B gas aqueous solution foam, option C aqueous solution melt glass or gel, option D solid gas melt solid aerosol. ക്രിസ്റ്റലൈസേഷന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് അക്വസ് സൊല്യൂഷൻ മെൽറ്റ് ഗ്ലാസ് ഓർ ജെൽ. ഓക്കെ, ഇത് യൂഷ്വലി ഹോമോജീനിയസ് സിംഗിൾ ഫേസ് ആൻഡ് അമോർഫസ് ആയിരിക്കും. ഇത് ഗ്രേറ്റ്ലി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? ക്രിസ്റ്റലൈൻ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ അമോർഫസ് സോളിഡ്? Option A quartz, option B quartz glass, option C graphite, option D salt or NaCl.
അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പെർഫെക്റ്റ്ലി ഓർഡേർഡ് സ്ട്രക്ചർ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്വാർട്സ് ഗ്ലാസ് ആണ് അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ വരുന്നത്, ഓപ്ഷൻ ബി. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്, അവർക്ക് ഒരു ഓർഡേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഉള്ളത്. Next question, which of the following is not a crystal system? Option A cubic, option B trigonal, option C triclinic, option D hexaclinic. തന്നിരിക്കുന്നതിൽ ക്രിസ്റ്റൽ സിസ്റ്റം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഹെക്സാക്ലിനിക്. ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ സിസ്റ്റംസിന്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണ്? ക്യൂബിക്, ടെട്രാഗണൽ, റോംബോഹെഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണൽ, ഓർത്തോറോംബിക് അല്ലെങ്കിൽ റോംബിക്, ദെൻ ട്രൈക്ലിനിക്, മോണോക്ലിനിക്, ഹെക്സാഗണൽ, ഇതെല്ലാമാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹെക്സാക്ലിനിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ സിമ്പിൾ ക്യൂബിക് സെൽ ഈച്ച് കോർണർ ആറ്റം ഈസ് ഷെയർഡ് ബൈ ഓപ്ഷൻ എ 8 unit cells, option B 1 unit cell, option C 2 unit cells, option D 6 unit cells. Unit cell in which constituent atoms are present only at the corner. അങ്ങനെയുള്ള യൂണിറ്റ് സെല്ലിനെയാണ് നമ്മൾ സിമ്പിൾ ക്യൂബിക് സെൽ എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു പേരെന്താണ്? പ്രിമിറ്റീവ് ക്യൂബിക് സെൽ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക് സെല്ലില് ഓരോ കോർണർ ആറ്റവും 8 ഡിഫറെന്റ് യൂണിറ്റ് സെൽസിനെയാണ് ഷെയർ ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 8 യൂണിറ്റ് സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following tend to be volatile liquids or soft solids at room temperature and pressure? Option A non-polar molecular solids, option B metallic solids, option C polar molecular solids, option D hydrogen bonded molecular solids. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡിലാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വോളറ്റൈൽ ലിക്വിഡ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് സോളിഡ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. Next question, which of the following unit cells has constituent particles occupying the corner positions only? Option A body centered cell, option B primitive cell, option C face centered cell, option D end centered cell. Classification of unit cells അനുസരിച്ചിട്ട് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലാണ് എല്ലാ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസും അതിന്റെ കോർണറിൽ മാത്രം ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രിമിറ്റീവ് സെൽ. ഇനി ബോഡി സെന്റേർഡ് സെല്ല് നോക്കുകയാണെങ്കിൽ അതിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ പ്രസന്റ് ആയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഓൾസോ അറ്റ് ദി കോർണേഴ്സ്. ഇനി ഫേസ് സെന്റേർഡ് സെല്ലിലാണെങ്കിൽ ഇൻഡിവിജ്വൽ സെല്ല് ഷെയർഡ് ആയിരിക്കുന്നത് ബിറ്റ്വീൻ ദ ഫേസസ് ഓഫ് അഡ്ജസന്റ് സെൽസിലാണ്. ദെൻ എൻഡ് സെന്റേർഡ് സെല്ലില് സെൽസ് രണ്ട് ഓപ്പോസിറ്റ് ഫേസസിന്റെ സെന്റേഴ്സിൽ മാത്രമായിട്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത്. Next question, what is the coordination number for one-dimensional close packing? Option A 2, option B 1, option C 4, option D 6. One-dimensional close packing ൽ constituent particles row wise ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിളും രണ്ട് നെയ്ബേഴ്സുമായിട്ടാണ് ഇൻ കോണ്ടാക്ട് വരുന്നത്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ വരുന്നത് ഈ കേസിൽ 2 ആണ്. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following metals would have the highest packing efficiency? Option A copper, option B potassium, option C chromium, option D polonium. കോപ്പർ മെറ്റൽ ആണ് ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ളത്. സോ ഓപ്ഷൻ എ കോപ്പർ ഈസ് ദി കറക്റ്റ് ആൻസർ. ഇവിടെ കോപ്പറിന് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ ആണുള്ളത് അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ. ഇനി പൊട്ടാസ്യം ആൻഡ് ക്രോമിയത്തിന് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലാണ്. പൊളോണിയത്തിന് എന്താണ് വരുന്നത്? സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫേസ് സെന്റേർഡ് സ്ട്രക്ചർ ഉള്ള മെറ്റലിനാണ് ഹയസ്റ്റ് എഫിഷ്യൻസി വരുന്നത്. സോ അതുകൊണ്ടാണ് കോപ്പറിന് ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി തന്നിരിക്കുന്ന മെറ്റൽസിൽ വരുന്നത്. Next question, in which type of point defect are the cations and anions absent in stoichiometric proportions? Option A Schottky defect, option B Frenkel defect, option C impurity defect, option D the given situation does not occur for any point defect. Cations and anions stoichiometric proportion absent ആയിട്ടുള്ള ഒരു കേസ് വരുന്നത് ഷോട്ട്കി ഡിഫക്റ്റിലാണ്. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അതുകൊണ്ടാണ് ആ ഒരു ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്.
Next question, which of the following is not anti-ferromagnetic? Option A, MnO, option B, Mn2O3, option C, MnO2, option D, Mn. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ MnO, Mn2O3 ആൻഡ് MnO2 ഇത് മൂന്നും ആന്റി ഫെറോമാഗ്നറ്റിക് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി Mn ആണ് നോട്ട് ആന്റി ഫെറോമാഗ്നറ്റിക് വരുന്നത്. Mn പാരാമാഗ്നറ്റിക് നേച്ചർ ആണുള്ളത്. ഓക്കെ, പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വീക്ക്ലി അട്രാക്റ്റഡ് ആവുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, Mn ഓർ മാംഗനീസ്. Next question, in which of the following magnetic properties of elements does the magnetic susceptibility increase on increasing the temperature? Option A, paramagnetism, option B, antiferromagnetism, option C, ferromagnetism, option D, diamagnetism. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഇൻക്രീസ് ആവുന്നത് ആന്റി ഫെറോമാഗ്നറ്റിസത്തിന്റെ കേസിലാണ്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. പാരാമാഗ്നറ്റിസത്തിന്റെ കേസിലാണെങ്കിൽ ഡിക്രീസ് ആവാണ് ചെയ്യുന്നത് ആൻഡ് ഫെറോമാഗ്നറ്റിസത്തിലും ഡിക്രീസ് ആവുന്നു. ആൻഡ് ഡയാമാഗ്നറ്റിസത്തിന്റെ കേസിലാണെങ്കിൽ നോ ചേഞ്ച് ആണ് വരുന്നത്. Next question, for a metallic crystal, which band do the delocalized electrons occupy? Option A, conduction band, option B, valence band, option C, both conduction and valence bands, option D, there are no delocalized electrons. ഒരു മെറ്റാലിക് ക്രിസ്റ്റലിന് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത് വാലൻസ് ബാൻഡിലാണ് ആൻഡ് ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളത് അവരുടെ കണ്ടക്ഷൻ ബാൻഡിലാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്, കണ്ടക്ഷൻ ബാൻഡ്. സോ അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിലെ MCQs. താങ്ക് യു.